എല്ലാവർക്കും നമസ്കാരം. പതഞ്ജലി മഹർഷി മനസ്സിൻ്റെ പ്രവർത്തനത്തെ 5 കാറ്റഗറൈസ് ചെയ്തു എന്നും അതിലൊന്നാമത്തെ കാറ്റഗറിയിൽപ്പെടുന്ന പ്രമാണത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പതഞ്ജലി മഹർഷി രണ്ടാമത്തെ പതഞ്ജലി മഹർഷിയുടെ കാറ്റഗറൈസേഷൻ വിപര്യം, അതിനെപ്പറ്റി അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നു. വിപര്യോ മിഥ്യാജ്ഞാനമതദ്രൂപപ്രതിഷ്ഠം. വിപര്യോ മിഥ്യാജ്ഞാനമതദ്രൂപപ്രതിഷ്ഠം. ജ്ഞാനം അറിവ്, മിഥ്യ ശരിയല്ലാത്തത്, തെറ്റായ. മിഥ്യാജ്ഞാനം, വിപര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അറിവ് മിഥ്യ, അതായത് ശരിയല്ലാത്ത അറിവാണ്. യഥാർത്ഥ വസ്തുതാപരമായ അറിവല്ല നമുക്ക് ലഭിക്കുന്നത്, പകരം തെറ്റായ അറിവാണ് നമ്മളുടെ മനസ്സിലേക്ക് വന്നു ചേരുന്നത്. അതിനെയാണ് വിപര്യം എന്ന കാറ്റഗറിയിൽ പതഞ്ജലി മഹർഷി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാം വ്യക്തതയ്ക്ക് വേണ്ടി. സന്ധ്യാസമയത്ത് കയ്യിൽ ടോർച്ചിൻ്റെ വെളിച്ചം ഇല്ലാതെ, അല്ലെ മറ്റു വെളിച്ചങ്ങളോ ഇല്ലാതെ നാം നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ ക്രോസായി ഒരു കയറിൻ്റെ കഷ്ണം കിടക്കുന്നു. അടുത്തെത്തിയ സമയത്ത് നാം അതിനെ കാണുന്നു, പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് പേടിച്ച് വിറച്ച് ചാടി ഒച്ചയും ബഹളും വെക്കുന്നു. ടോർച്ചെടുത്ത ആൾക്കാർ ഓടി വരുന്നു, ടോർച്ചടിച്ച് നോക്കുന്നു, നമുക്ക് മനസ്സിലാകുന്നു അത് പാമ്പല്ല, കയറിൻ്റെ കഷ്ണമാണെന്ന്. സന്ധ്യാനേരത്ത് പ്രകാശത്തിൻ്റെ അഭാവത്തിൽ നേരിയ മങ്ങിയ വെളിച്ചത്തിൽ കയറിനെ പാമ്പായി നമുക്ക് തോന്നുന്നു, തോന്നലല്ല. ആ സമയത്ത് മനസ്സിൽ അത് കയറല്ല, പാമ്പ് തന്നെ. ടോർച്ചിൻ്റെ വെളിച്ചമോ മറ്റു വെളിച്ചമോ കൊണ്ടുവന്ന് അതിൻ്റെ യഥാർത്ഥ രൂപം നമ്മൾ അറിയുന്നത് വരെ അത് നമ്മളുടെ മനസ്സിൽ പാമ്പ് തന്നെയാണ്. യഥാർത്ഥ രൂപം അറിഞ്ഞു കഴിഞ്ഞാലാണ് ആ യഥാർത്ഥ രൂപം എന്ന് നാം ധരിച്ചു വെച്ചിരുന്നത് മിഥ്യാജ്ഞാനമാണെന്ന്, തെറ്റായ അറിവാണെന്ന് നമുക്ക് ബോധ്യം വരുന്നത്. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലുണ്ടാകും. ഈ അറിവുകളുടെ കാറ്റഗറൈസേഷനാണ് വിപര്യം. മറ്റൊരു ഉദാഹരണം പറയാം. രാത്രി 12 മണി സമയത്ത് നല്ല നിലാവെളിച്ചമുള്ളപ്പോൾ നാം എഴുന്നേറ്റ് പുറത്ത് തൊടിയിൽ നോക്കുന്നു. കാറ്റത്ത് ഇളകുന്ന വാഴയില, വാഴയിലയുടെ ആ ഇളക്കം നമുക്ക് തോന്നുന്നത് ഒരു യക്ഷിയായിട്ടാണ്, യക്ഷിയുടെ രൂപമായിട്ടാണ് നാം തോന്നുന്നത്. പേടിച്ച് വിറച്ച് വീട്ടിലെ മറ്റംഗങ്ങളെയെല്ലാം വിവരമറിയിച്ച് നാം എല്ലാവരും കൂടി ഒരുമിച്ച് പോയി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നു അത് യക്ഷിയല്ല, കാറ്റത്ത് വാഴയില ഇളകുന്നതാണ് എന്ന്. എന്നാൽ നാം തനിച്ചതിനെ കാണുന്ന സമയത്ത് ആ ഇളക്കം യക്ഷിയുടെ ഇളക്കമായി തോന്നുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുള്ളത് യക്ഷി തന്നെ. അത് യാഥാർത്ഥ്യത്തിൽ വരുമ്പോൾ ആ യക്ഷിയെക്കുറിച്ചുള്ള അറിവ് മിഥ്യാജ്ഞാനം എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. ഈ കാറ്റഗറിയിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മളുടെ മനസ്സിൽ ഇത് അനുഭവമായി വരുന്നത് കൊണ്ടാണ് രണ്ടാമത് വിപര്യം എന്ന ശ്രേണിയിൽ മനസ്സിൻ്റെ പ്രവർത്തനത്തെ, ഈ രീതിയിലുള്ള പ്രവർത്തനത്തെ പതഞ്ജലി മഹർഷി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് മനസ്സിൻ്റെ മൂന്നാമത്തെ കാറ്റഗറൈസേഷൻ വികൽപ്പമാണ്. അതായത് പ്രമാണ വിപര്യ വികൽപ്പം. വികൽപ്പത്തെ പതഞ്ജലി മഹർഷി ഡിഫൈൻ ചെയ്യുന്നു. ശബ്ദ ജ്ഞാനാനുപാതി വസ്തുശൂന്യോ
വികൽപ്പ. ശബ്ദ ജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികൽപ്പ. ശബ്ദത്തിൻ്റെ ജ്ഞാനം, ശബ്ദത്തിലൂടെ ലഭിക്കുന്ന ജ്ഞാനം, ശബ്ദത്തിലൂടെ നമ്മൾ അറിയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെ നമ്മൾ അറിയാൻ പറ്റുന്നതിൻ്റെ അനുപാതമായി വസ്തുതയും ആ വാക്ക് പ്രകാരം തന്നെ ആയിരിക്കണം എന്നിരിക്കെ അതിൻ്റെ വസ്തുത നമ്മൾ പരിശോധിച്ച് ചെല്ലുന്ന സമയത്ത് നാം കേട്ടതിന് സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള വസ്തുതയായിരിക്കുകയില്ല അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു കാറ്റഗറൈസേഷനെയാണ് വികൽപ്പം എന്ന കാറ്റഗറിയിൽ പതഞ്ജലി മഹർഷി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അതൊന്നുകൂടി വ്യക്തമാകും. ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തോട് പറയുന്നു, കിഴക്കേതിലെ ജോസഫ് 18 കാക്കകളെ ഛർദ്ദിച്ചു. കേട്ടാൾ പെട്ടെന്നത് വിശ്വസിച്ചില്ല. അയാളുടെ അടുത്ത് ഒന്നുകൂടി അമർത്തി ചോദിച്ചു, നിങ്ങൾ കണ്ടതാണോ? ഇല്ല, ഞാൻ കണ്ടില്ല. എൻ്റെ അടുത്ത് ഇന്ന ആൾ പറഞ്ഞതാണ്. അദ്ദേഹം ജോസഫ് 17 കാക്കകളെ ഛർദ്ദിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരെണ്ണം കൂട്ടി പറഞ്ഞു, 18 ആക്കി. 17 എന്ന് പറഞ്ഞ ആളെടുത്ത് രണ്ടുപേരും പോയി ചെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടില്ല, എൻ്റെ അടുത്ത് ഇന്നാളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 16 കാക്കകളെ ഛർദ്ദിച്ചു എന്ന്, ഞാൻ ഒരെണ്ണം കൂട്ടി. അങ്ങനെ പിന്നോട്ട് പോകുന്ന സമയത്ത് ഓരോ കാക്കകളുടെയും എണ്ണം കുറഞ്ഞു വരുന്നു. അങ്ങനെ ഒരു കാക്കയെ ഛർദ്ദിച്ചു എന്ന് പറയുന്ന ആളെടുത്ത് നിങ്ങൾ കാക്കയെ ഛർദ്ദിക്കുന്നത് കണ്ടോ, സത്യം പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടില്ല. എൻ്റെ അടുത്ത് ഇന്ന ആൾ പറഞ്ഞു, കിഴക്കേതിലെ ജോസഫ് കാക്കയെപ്പോലെ കറുത്ത വെള്ളം ഛർദ്ദിക്കുന്നതായി കണ്ടു എന്ന്. അപ്പോൾ ഈ കറുത്ത വെള്ളം ഛർദ്ദിക്കലാണ് അവിടെ യഥാർത്ഥ ജ്ഞാനമായിരിക്കെ, അത് ഒരു 18 ചെവികൾ മാറുമ്പോഴേക്കും അത് 18 കാക്കയെ ഛർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ആ കേട്ട വസ്തുത, 18 കാക്കയെ ഛർദ്ദിച്ചു എന്ന് കേട്ട വസ്തുത പരിശോധിക്കുമ്പോൾ അത് മിഥ്യാജ്ഞാനമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇത് പ്രകാരമുള്ള 100,000 അനുഭവങ്ങൾ നമ്മുടെ ഓരോ ആളുടെയും നിത്യജീവിതത്തിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഈ അനുഭവങ്ങളെ മുഴുവൻ പതഞ്ജലി മഹർഷി കാറ്റഗറൈസ് ചെയ്ത് വിപര്യം എന്ന ഒരു ഹെഡിങ്ങിൻ്റെ കീഴെ കൊണ്ടുവരുന്നു. വിപര്യോ മിഥ്യാജ്ഞാനമതദ്രൂപ പ്രതിഷ്ഠം. തെറ്റായ അറിവ്, അത് ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികൽപ്പം. ശബ്ദത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവ് യഥാർത്ഥ അറിവിലേക്ക് എത്തുന്ന സമയത്ത് അത് മിഥ്യമായ തെറ്റായ അറിവാണെന്ന് നമുക്ക് ബോധ്യം വരുന്നു. ആ ഒരു കാറ്റഗറൈസേഷനാണ് വികൽപ്പം. അടുത്ത പതഞ്ജലി മഹർഷിയുടെ കാറ്റഗറൈസേഷനാണ് നിദ്ര. നമുക്കെല്ലാവർക്കും അറിയാം നിദ്ര, ഉറക്കം. എല്ലാവർക്കും അറിയാം ഉറക്കം എന്താണ് എന്ന്. ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഒരു നിമിഷം ഇത് പോസ് ചെയ്തതിന് ശേഷം നിദ്രയെക്കുറിച്ച് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യാൻ, നിർവചിക്കാൻ ശ്രമിച്ചു നോക്കുക. എന്തായിരിക്കും നിങ്ങളുടെ നിർവചനം? നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക. എന്നാൽ പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെ യോഗസൂത്രത്തിൽ നിദ്രക്ക് അതിമനോഹരമായ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം നിദ്രക്ക് കൊടുത്ത നിർവചനം അഭാവ പ്രത്യാലംബനാവൃത്തി നിദ്ര. ആലംബന വൃത്തിയുടെ അഭാവമാണ്, ഇല്ലായ്മയാണ് നിദ്ര. പ്രത്യക്ഷത്തിലുള്ള നമ്മളുടെ എല്ലാ പ്രവൃത്തികളുടെയും ഇല്ലായ്മയാണ് നിദ്ര. പ്രത്യക്ഷത്തിൽ, അതായത് നമ്മൾ ഉണർന്നിരിക്കെ നാം എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, ജോലി ചെയ്യുന്നു, ഫയൽ നോക്കുന്നു, ട്രെയിനിൽ യാത്ര ചെയ്യുന്നു,
ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നാം ഉണർന്നുകൊണ്ടിരിക്കുക. ഈ പ്രവൃത്തികളുടെ എല്ലാം ഇല്ലായ്മയാണ് ഉറക്കത്തിൽ സംഭവിക്കുന്നത്. അഭാവ പ്രത്യാലംബനാവൃത്തി നിദ്ര. പ്രത്യക്ഷത്തിൽ ഒരു മനുഷ്യൻ, ഉണർന്നിരിക്കെ ഒരു മനുഷ്യൻ എന്തെല്ലാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവൃത്തികൾ ചെയ്യുന്നുവോ ആ പ്രവൃത്തികളുടെ അഭാവമാണ്, ഇല്ലായ്മയാണ് നിദ്ര. എത്ര മനോഹരമായ ഡെഫിനിഷനാണെന്ന് ഓർത്തു നോക്കുക. അങ്ങനെ പതഞ്ജലിയുടെ 5 കാറ്റഗറൈസേഷനിൽ ക്ലിഷ്ട അക്ലിഷ്ട ആയ, പ്രയാസമുള്ളതും പ്രയാസമില്ലാത്തതുമായ 5 കാറ്റഗറൈസേഷനിൽ 4 നാം വിശകലനം ചെയ്തു നോക്കി. അതായത് പ്രമാണ, വിപര്യ, വികൽപ്പ, നിദ്ര. അടുത്ത കാറ്റഗറൈസേഷൻ സ്മൃതി, ഓർമ്മിക്കൽ. ഈ സ്മൃതിക്ക് പതഞ്ജലി മഹർഷി കൊടുത്ത ഡെഫിനിഷൻ നോക്കാം. അനുഭൂത വിഷയ സംപ്രമോഷ സ്മൃതി. അനുഭൂത വിഷയ സംപ്രമോഷ സ്മൃതി. അനുഭൂതമായ, അതായത് അനുഭവിച്ച വിഷയങ്ങളെ പ്രമോട്ട് ചെയ്യാൻ, വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ, അതാണ് സ്മൃതി. പ്രമോഷൻ ഇംഗ്ലീഷ് വാക്കാണ്. അതേ അർത്ഥം തന്നെയാണ് സംസ്കൃതത്തിൽ സംപ്രമോഷ എന്നതിന്. ഇപ്പോൾ സംസ്കൃതവും ഇംഗ്ലീഷ് ഭാഷയും തമ്മിലുള്ള അടുപ്പം എന്തെന്ന് മനസ്സിലാക്കുക. അനുഭൂത വിഷയ സംപ്രമോഷ സ്മൃതി. അനുഭവിച്ച വിഷയങ്ങളെ വീണ്ടും മനസ്സിലേക്ക് ഉയർത്തിക്കൊണ്ടുവരലാണ്, പ്രമോട്ട് ചെയ്തു കൊണ്ടുവരലാണ് സ്മൃതി. അനുഭവിക്കാത്ത വിഷയം ഒരു കാരണവശാലും നമ്മളുടെ സ്മൃതി മണ്ഡപത്തിൽ വരികയില്ല. ഉദാഹരണം പറയാം. അമേരിക്കയിലെ വാഷിങ്ടണിലോ കാലിഫോർണിയയിലോ ചെന്ന ഒരാൾക്ക്, അദ്ദേഹം കേരളത്തിൽ ഏത് സ്ഥലത്തിരുന്നാലും, വീട്ടിലിരുന്നാലും, ഏത് സ്ഥലത്തിരുന്നാലും അമേരിക്കയിലെ കാലിഫോർണിയയെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അമേരിക്കയിലെ കാലിഫോർണിയ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം മുൻപ് അറിഞ്ഞ, മുൻപ് മനസ്സിലാക്കിയ, മുൻപ് മനസ്സിൽ പതിഞ്ഞ ആ വിഷയത്തെ ഒന്ന് പ്രമോട്ട് ചെയ്താൽ മതി, ഒന്ന് പുനർസൃഷ്ടിച്ചാൽ മതി മനസ്സിൽ. അതാണ് സ്മൃതി. അപ്പോൾ സ്മൃതി എന്ന ഒരവസ്ഥ, ഓർമ്മ എന്നൊരവസ്ഥ ഒരാൾക്ക് സംജാതമാകണമെങ്കിൽ അദ്ദേഹത്തിന് ആ ഏതിനെക്കുറിച്ചാണോ അദ്ദേഹം സ്മൃതിക്കുന്നത്, ഓർമ്മിക്കുന്നത്, അത് അദ്ദേഹത്തിന് പൂർവജ്ഞാന ഉള്ള ഒരവസ്ഥയായിരിക്കണം. ഇല്ലാത്തവർക്ക്, അമേരിക്കയിൽ പോകാത്ത ഒരാളോട് കാലിഫോർണിയയെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർമ്മിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർവാഹമില്ല. ഡൽഹിയിൽ പോകാത്ത ഒരാളോട് ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കൂ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഓർക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഡൽഹിയിൽ പോയി ഇന്ത്യ ഗേറ്റ് പലതവണ ഒറ്റത്തവണ കണ്ട ഒരാളോട് നിങ്ങൾ ഇന്ത്യ ഗേറ്റിനെ ഒന്ന് ഓർമ്മിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിദ്രാവസ്ഥയിലുള്ള ഓർമ്മയെ അദ്ദേഹത്തിന് അതിനെ പ്രമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓർമ്മ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. ഇങ്ങനെ പതഞ്ജലി അദ്ദേഹത്തിൻ്റെ യോഗസൂത്രത്തിൽ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ 5 ഗ്രൂപ്പായി വിഭജിച്ചിരിക്കുന്നു. പ്രമാണ, വിപര്യ, വികൽപ്പ, നിദ്ര, സ്മൃതി. അടുത്തതായി നാട്യാചാര്യനായ ഭരതമുനി മനസ്സിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്നത് കേൾക്കാൻ അടുത്ത വീഡിയോ ശ്രദ്ധിക്കുക. നിങ്ങൾക്കായി ഈ വീഡിയോ അവതരിപ്പിച്ചത് PYVM വീഡിയോവിൽ നിന്നും M ധനഞ്ജയൻ.